ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കുറച്ച് പച്ചക്കറികൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ മാതള നാരങ്ങയും മേടിച്ചു. അപ്പോൾ അത് ഞാൻ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ കുറച്ച് കടുകും ഇട്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇടണം. നമുക്ക് ആവശ്യത്തിന് ഞാൻ 2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളകി കൊടുത്തിട്ട് നമ്മുടെ പൊടികളെല്ലാം ഇടണം. നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണേ ഇട്ടോളൂ. പിന്നെ 2-3 സ്പൂൺ മുളക് പൊടി ഇട്ട് നമ്മുടെ എരിക്ക് ആവശ്യമുള്ളത് ഇടണം. സദ്യക്കൊക്കെ തയ്യാറാക്കുന്ന വടുകപ്പുളി നാരങ്ങ അച്ചാറാണ് ഇടുന്നത്. അപ്പോൾ ഇതിന് പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട്, പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ടിട്ട് അത് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മുടെ നാരങ്ങയും ഇട്ട് ഉപ്പും ഇട്ട് കൊടുക്കണം. അതിനിടയിൽ ഞാൻ ഒരു മുളകും കൂടെ ഇതിലോട്ട് കട്ട് ചെയ്തിടുകയാണ്. അതിനുശേഷം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. അതവിടെ ഇരുന്ന് വെന്തോളും. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് പയറും കൂടെ അരിഞ്ഞു വെച്ച് സവാളയും ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിയലിനും അരച്ച് വെച്ചേക്കാണ്. മീൻ വാള മീനാണ്. അവിയൽ വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് അരപ്പും കൂടെ തയ്യാറാക്കി വെച്ചിരുന്നിട്ട് മീനിന് മുരിങ്ങക്കായും തക്കാളിയും മുളകും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുകയായിരുന്നു. തിളച്ച് വരുമ്പോൾ നമ്മുടെ വാള മീനാണ്, അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് മീനെടുത്ത് വറുക്കുകയും വേണം. നല്ല വലിയ മീനാണ് കിട്ടിയത്, വാളമീൻ. അപ്പോൾ അത് ഞാൻ ഓരോന്നെടുത്ത് വറുത്തെടുക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ അവിയൽ അവിടെ ഇരുന്ന് റെഡിയായി വരെയിരുന്ന് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ സലാഡും തയ്യാറാക്കി, അവിയലും റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മീൻ കറിയും റെഡിയായി. പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയായിരുന്നു. 2-3 ദിവസം കൊണ്ട് മഴയായിരുന്നു, അപ്പോൾ ആ തുണി കഴുകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇന്നൊന്ന് നനച്ച് ഇടാമെന്ന് കരുതി. 2-3 ദിവസത്തെ തുണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കല്ലിലാണ് അലക്കുന്നത്. അപ്പോൾ അത് ഞാൻ പെട്ടെന്നൊന്ന് കഴുകിയെടുക്കുകയായിരുന്നു. തിരുവനന്തപുരത്തൊക്കെ നല്ല മഴയായിരുന്നു. എന്നാലും ഇപ്പോഴും ഉണ്ട്, രാത്രി മഴ പെയ്യുന്നുണ്ട്. മഴയത്തൊന്നിനും പറ്റത്തില്ല, എല്ലാം നനഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ തുണിയൊക്കെ ഇന്ന് കഴുകിയിട്ട് ഞാൻ നാരങ്ങയ്ക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയായിരുന്നു. ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ തുണിയൊന്ന് കഴുകിയിടാൻ പോയപ്പോൾ ഞാൻ ഒന്ന് സ്ലിമ്മാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മുടെ നാരങ്ങ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കായപ്പൊടി ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത്. ഒരു ചെറിയ 1/4 ടീസ്പൂൺ കായപ്പൊടി മതിയായിരുന്നു. അപ്പോൾ ഞാൻ കായപ്പൊടിയും പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്.